എന്തുകൊണ്ടാ സുന്നത്തമയത്തിന്റെ പണ്ഡിതന്മാര് ഇത്രമേൽ തൊണ്ട പൊട്ടി സുന്നത്തമയത്ത് പ്രസംഗിക്കുന്നത്? നമ്മുടെ ഉസ്താദുമാര്, പേരോട് ഉസ്താദ് അടക്കം നമ്മളെ ഒന്ന് ഈമാൻ നശിക്കണ്ടെന്ന് കരുതിയിട്ട. ഈമാൻ പോയാൽ അഹ്ലുൽ ബിദഇ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായകളായി മാറും ബിദഅത്തുകാർ. ഇവിടുത്തെ നായ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെത്തിയാൽ മണ്ണായി മാറും. ഇവിടുത്തെ പൂച്ച ആഖിറത്തിലെത്തിയാൽ മണ്ണാവും. സ്വർഗവും നരകവും അവർക്കില്ല. ബിദഅത്തുകാർ നായന്റെ കോലത്തിൽ അവര് നരകത്തിലെത്തും. അതാണ് ഹദീസ് പറയണത്. അതുകൊണ്ട് ബിദഅത്തുകാരുമായി നമുക്കൊരു സ്നേഹബന്ധമോ ഇഷ്ടമോ പാടില്ല. അത് നമ്മുടെ ഒരു നിലപാടാണ്. അതല്ലേ മഹാന്മാര് നമുക്ക് പറഞ്ഞത്? ബിദഅത്തുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നമ്മുടെ ഖൽബിലെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകും. ഹദീസിലുണ്ടല്ലോ, മൻ വഖറ സ്വാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം. ഒരാൾ ബിദഅത്തുകാരെ സ്റ്റേജിൽ ഇരുത്തിയിട്ടോ കല്യാണത്തിന് വിളിച്ചിട്ടോ വേറെന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചിട്ടോ അയാളെ ബഹുമാനിച്ചാൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിനെ പൊളിക്കാനാണ് സഹായിച്ചത്. അതുകൊണ്ട് ഒരു ബിദഅത്തുകാരന്റെ പ്രഭാഷണം നമ്മൾ കേൾക്കരുത്. എന്താ പറയി നോക്കാൻ വേണ്ടി ക്ലിപ്പ് കേൾക്കരുത്. ഹറാമാണത് കേൾക്കൽ. ഹറാമാണെന്ന് വസാലി ഇമാമും ഷർവാനി ഇമാമൊക്കെ പറഞ്ഞത് അവർക്ക് വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ, സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ടല്ല, നമ്മളെ ഈമാൻ പോകുന്നുണ്ടാ.